ഇപ്പോൾ ലൈനിലില്ല അദ്ദേഹം. ജലീൽ കണക്റ്റായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കട്ട് ചെയ്തു പോയി. ഇപ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പാർട്ടി ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നത് സാമ്പത്തിക ഇടപാട് BJP ബാന്ധവവും തന്നെയാണ് രേഷ്മ. സാമ്പത്തിക ഇടപാട് ഗുരുതരമായ ക്രമക്കേടുകളാണ് പാർട്ടി നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ 8 മാസത്തിനിടയിൽ 8 മാസം മുന്നോടിയായിട്ടാണ് പാർട്ടിയുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് എന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ബിജോയ് മത്സരിക്കുന്ന സമയത്ത് മധു മുല്ലശ്ശേരി കുറച്ച് പണം അവിടെ നിന്ന് പിരിച്ചിരുന്നു. അത് പാർട്ടി ഫണ്ടിലേക്ക് നൽകുകയോ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഒരു സഹകരണ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിക്കൊണ്ട് ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ട് വഴി നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി ചില പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്തതല്ല, അത് കാലങ്ങളായിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്തതാണ്. സാമ്പത്തിക ആരോപണമാണ് പ്രധാനമായും പാർട്ടിയുടെ മുന്നിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ അതിനൊപ്പം തന്നെ മറ്റ് ചില പരാതികൾ പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ, അതായത് മുല്ലശ്ശേരി എന്ന പേരിൽ ആറ്റിങ്ങലിൽ ഒരു സ്ഥാപനം നടക്കുന്നുണ്ട്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പുറത്ത് പറയാൻ കഴിയാത്ത തരത്തിൽ ചില പരാതികൾ പാർട്ടിക്ക് കിട്ടിയിരുന്നു എന്ന് പാർട്ടിയിലെ ചില അംഗങ്ങൾ പറയുന്നുണ്ട്. അത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ പറയുന്നുണ്ട്. ആ പരാതി ശ്രദ്ധയിൽ വന്ന ഉടനെ തന്നെ ഇങ്ങനെ ചില പരാതികൾ പാർട്ടിക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കണം, അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന് പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് ആ പരാതി വ്യാപകമായി വരികയായിരുന്നു. അങ്ങനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം നേരത്തെ എടുത്തതാണെന്നാണ് പാർട്ടി വിശദീകരിക്കുന്നത്. അവിടെ CPMന്റെ മുന്നിലേക്ക് ഉന്നയിക്കാൻ കഴിയുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതികൾ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കിട്ടിയിരുന്നുവെങ്കിൽ, ഒരു ഏരിയ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കിട്ടിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി നേതൃത്വം ആ ഘട്ടത്തിൽ നടപടിയെടുത്തില്ല? അതിന് പാർട്ടി നൽകുന്ന വിശദീകരണം, അല്ലെങ്കിൽ പാർട്ടിയുടെ അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ നൽകുന്ന വിശദീകരണം, പാർട്ടി സമ്മേളനങ്ങൾ വരികയാണല്ലോ, അതുകൊണ്ട് ആ സമയത്ത് മാറ്റാമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ആ ഘട്ടത്തിൽ നടപടിയെടുക്കാതിരുന്നത്. അത് പൂർണ്ണമായും ദഹിക്കുന്ന ഒരു വിശദീകരണമായി കാണാൻ കഴിയില്ല. കാരണം ഏരിയ സെക്രട്ടറിമാർ എന്ന് പറയുന്നത്, CPMന്റെ ഏരിയ സെക്രട്ടറിമാർ എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തെയും അതിശക്തരായിട്ടുള്ള CPMന്റെ നേതാക്കന്മാരാണ്. ഏരിയ സെക്രട്ടറിമാർ 207 സെക്രട്ടറിമാർ മാത്രമായിരിക്കും ചിലപ്പോൾ സംസ്ഥാനത്ത് CPMന് ഉണ്ടാവുക. അത് 207 ഒരാൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിശക്തരായിട്ടുള്ള നേതാക്കന്മാരാണ് പ്രാദേശിക തലത്തിൽ. ഒന്നാമത് സർക്കാർ ഭരിക്കുന്ന സമയം. അങ്ങനെ ഒരാൾക്കെതിരെ ഒരു പരാതി ഉയർന്നു വരുമ്പോൾ അതിനെ ഗൗരവ സ്വഭാവത്തിൽ കണ്ടുകൊണ്ട് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് യുക്തിപരമായ ഒരു മറുപടിയല്ല CPMന്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒന്നാമത് സാമ്പത്തിക ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയം, മറ്റത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന് വരുന്ന അല്ലെങ്കിൽ പാർട്ടി ഉയർത്തുന്ന വിഷയം, അത് സാമ്പത്തിക ആരോപണത്തിന് അപ്പുറത്തേക്ക് CPMന് ദഹിക്കാത്ത ചില കാര്യങ്ങൾ കൂടിയാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യം, തീർച്ചയായും ഇത്തരം വിഷയങ്ങളിൽ CPMന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അത് അവിടെ ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ പാർട്ടി സമ്മേളനം വരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നതിന് ശേഷവും പാർട്ടി സമ്മേളനം വരെ കാത്തിരുന്നത് എന്തിനെന്നുള്ള ചോദ്യമുണ്ട്. സമ്മേളനം വരെ പോലും ഇല്ല. ഇപ്പോൾ അദ്ദേഹം ഈ പുറത്തു പോയതിനു ശേഷമാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അതുമാത്രമല്ല, ഈ BJP ബന്ധം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു സംശയം CPMന് ഉണ്ടായിരുന്നെങ്കിൽ അക്കാര്യത്തിൽ പോലും ഒരു വിശദീകരണം ചോദിക്കേണ്ടതല്ലേ, തേടേണ്ടതല്ലേ? അതും ഉണ്ടായിട്ടില്ല ഇവിടെ. അത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടതാണ്. ഇടതുമുന്നണി കൺവീനറായിരുന്ന EP ജയരാജൻ എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ ആളെ BJPയുടെ പ്രഭാരി വന്ന് വീട്ടിൽ വന്ന് കണ്ടതിൻ്റെ പേരിലാണ് ആ സ്ഥാനം തെറിച്ച് അദ്ദേഹം കണ്ണൂരിലെ വീട്ടിലിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട പദവികളിലൊന്നും EP ജയരാജനില്ല. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹം ഉള്ളത്. അത് EP ജയരാജനാണെന്ന് പറയാം. പക്ഷെ അതേസമയം തന്നെ അതിൻ്റെ തീവ്രത ഇവിടെ കുറയുന്നില്ല. BJPയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള RSSകാരനായ കുമ്മനം രാജശേഖരനൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തോട് വിശദീകരണം തേടുകയും ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുക, അതിനകത്ത് നടപടി എടുക്കേണ്ടതുമായിരുന്നു. പക്ഷേ പാർട്ടി അങ്ങനെ ചെയ്തിട്ടില്ല. സേഫ് ഒന്ന് തുടരൂ. ഇപ്പോൾ വി ജോയി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ